വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ഭയങ്കര ഒരു അടിപൊളി ഒരു ഡേ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ കാലത്തിൻ്റെ തൊട്ട് ഭയങ്കര ഒരു എനർജി ഉണ്ട്, ഒരു പ്രൊഡക്ടിവിറ്റി ലെവൽ കുറച്ചിങ്ങനെ ഹൈ ആയിട്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ലതുപോലെ ചെയ്യണം എന്നുള്ളൊരു തോട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലത്തെ ദിവസങ്ങളൊക്കെ വരാറുണ്ടോ? എല്ലാവർക്കും വരാറുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അബൌട്ട് മെസ്സി ഡേയ്സ്. നമ്മൾ പറയില്ലേ ഒന്നും ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങൾ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണം തോന്നുന്ന ദിവസങ്ങളും ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഐ ടേക്ക് എ ലോങ് വീഡിയോ. കുറേ നാളായല്ലോ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുമ്പോൾ വാട്ട് ഐ ക്യാൻ സീ ഇസ് ബ്ലൂ സ്കൈ ആൻഡ് അതിലുള്ള ഭംഗിയുള്ള വൈറ്റ് ഫ്ലഫി ക്ലൗഡ്സ് ഒക്കെ ആയിട്ടോ. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഈ വ്യൂ ആയിരിക്കില്ല എല്ലാ ദിവസവും ഉണ്ടാവുക. ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ സ്കൈ മാറി മാറിപ്പോവും. നല്ല മഴ വരുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവും, കാരണം നല്ല കാറ്റുണ്ടാവും. ചിലപ്പോൾ ഒരു പൊടിക്കാറ്റ് പോലത്തെ ഒരു കാറ്റ് വന്നിട്ട് പിന്നെ അതങ്ങോട്ട് ചേഞ്ച് ചെയ്യണ പോലെ നല്ല ഹെവി കാറ്റ് വരും. അതുപോലെ തന്നെ റോഡൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കും. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് അലേർട്ട് വരും, കെയർഫുൾ ആയിരിക്കണം, ട്രാവലിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ചും കൂടി ഒരു ഹെവി റെയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും മുടക്ക് വരും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് സണ്ണി ഡേയ്സ് ആയിരിക്കില്ല. യു ഹാവ് ഡേയ്സ് വിച്ച് ബ്രിങ് യു നെർവസ്നെസ് അല്ലേ. നമ്മൾ കുറച്ച് നെർവസ് ആവുന്ന കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ ആ സിറ്റുവേഷൻസിലും കൂടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അരിമണികളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് അവരെക്കാളും വലിയ വെയിറ്റ് ആയിരിക്കും ചോദിച്ചുകൊണ്ട് പോവുക. അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ദേ ആർ പ്രിപ്പയറിങ് ഫോർ ദ വേഴ്സ്റ്റ് ടൈംസ് അല്ലേ. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, അവർക്ക് നല്ല മഴയൊക്കെ വരുമ്പോൾ അവർക്ക് ഇതുപോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സമയത്ത് അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അവർ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളും സേവിങ്സ് വേണ്ട. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് കേട്ടോ ഹാബിറ്റ് ഓഫ് സേവിങ്സ് എന്ന് പറഞ്ഞത്. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ അടുത്ത് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു എന്ന് വരില്ല. ഫേവറബിൾ ആയിട്ട് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ആളുകൾ വന്നു എന്ന് വരും. നമുക്ക് ഈ ജോലിയൊക്കെ കിട്ടുമ്പോൾ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം ഇങ്ങനെ കാത്തിരിക്കുന്നു കേട്ടോ ഞാൻ. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈം സാലറി കിട്ടിയ സമയത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അടിച്ചു പൊളിച്ച് അതൊക്കെ ചിലവാക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് മന്തും ഇതേപോലെ തന്നെ ഭയങ്കര ലാവിഷ്. അപ്പോൾ എപ്പോഴും അമ്മയും അച്ഛനും ഇങ്ങനെ പറയും കേട്ടോ. അച്ഛനങ്ങനെ അധികം പറയാറില്ല, ബട്ട് അമ്മ എപ്പോഴും പറയും സേവ് ചെയ്തോ ചിത്തു, സേവ് ചെയ്യണം, പൈസ സേവ് ചെയ്യണം. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറയും അമ്മ ലൈഫ് ഒന്നല്ലോ, അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതല്ലേ എന്ന് പറയും. അങ്ങനെ തേർഡ് മന്തിൻ്റെ ഒരു ടൈം വന്ന സമയത്താണ് ലൈക്ക് ഐ ലോസ്റ്റ് മൈ ഫാദർ. അച്ഛൻ നമ്മളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നൊരു സിറ്റുവേഷനിൽ ഞാൻ റീതിങ്ക് ചെയ്യാൻ തോന്നി. ഓക്കെ, ഐ ഹാവ് ടു ബി മോർ റെസ്പോൺസിബിൾ. അങ്ങനെ സാലറി ഒന്നും ഭയങ്കരമായിട്ട് ചിലവാക്കി കളയാനോ ഉള്ളതല്ല. അമ്മ പറയണ പോലെ സേവിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പല സിറ്റുവേഷൻസും കാരണം. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു എക്സ്പ്ലെയിൻ ഓൾ ദ സിറ്റുവേഷൻ. അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കടന്നുപോയി. ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ടു എക്സ്പ്ലെയിൻ ഓൾ ദ സിറ്റുവേഷൻ ഹിയർ ബിക്കോസ് അതല്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യൂ അന്ന് കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്ന്. അപ്പം അങ്ങനെ ഒരു റിഗ്രറ്റ് എൻ്റെ മൈൻഡിൽ വന്നതിന് ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് സേവിങ്. തേർഡ് മന്തിലാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അമ്മയുടെ നിർബന്ധമായിരുന്നെങ്കിലും പിന്നെ പോകെ എൻ്റെ മാരേജ് ഒക്കെ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടും പ്രൗഡായിട്ടും ഉണ്ടായിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് മൈ സേവിങ്സ്. ഏകദേശം ഒരു 2 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് മാരേജ് ഒക്കെ വന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ലൈക്ക് എൻ്റെ മാരേജിന് ഐ വാസ് ഏബിൾ ടു ഡു സംതിങ് വിത്ത് ദ മണി ഐ സേവ്ഡ്. എനിക്ക് എൻ്റെ സേവിങ്സ് ഒക്കെ ആ സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് വെച്ച് ഐ വാസ് ഏബിൾ ടു ഡു സംതിങ് വെരി പ്രൊഡക്റ്റീവ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ പറയില്ലേ നമ്മളുടെ കല്യാണത്തിന് നമ്മൾ ഫുള്ളായിട്ടുള്ള എല്ലാം നമ്മുടെ പാരൻസിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാതെ നമ്മളെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലെങ്കിലും വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും വി വർ ഏബിൾ ടു ഡു സംതിങ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, 1000 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും സേവിങ്സിലേക്ക് മാറ്റി വെച്ച് ബാക്കി 900 നീ സ്പെൻഡ് ചെയ്തു എന്ന് പറയും. ആ തോട്ട് എപ്പോഴും എൻ്റെ തലയിൽ നിൽക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു കേട്ടോ. ഫ്രസ്ട്രേഷൻ ഇൻ ദ സെൻസ്
നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ആ ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1001 രൂപ ചിലവാക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപയെങ്കിലും മാറ്റി വെക്കാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ മൈൻഡ് ട്രെയിൻഡ് ആയി വന്നു. ആ ട്രെയിനിങ് ആക്ച്വലി ഒരു ഹാബിറ്റായി മാറിയതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് വെച്ചിട്ട്. ആദ്യമൊക്കെ ഇനീഷ്യൽ സ്റ്റേജസിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരുമാതിരി മറ്റു മാനസിക പിരിമുറുക്കം വരും കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത് എൻഡ് ആകുമ്പോഴേക്കും കയ്യിലെ പൈസ ഒക്കെ ഏകദേശം കഴിയും. അങ്ങനെ പൈസ ഒക്കെ കഴിയുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, സേവിങ്സ് ഒന്നും വേണ്ടായിരുന്നു. കാരണം കയ്യിൽ പൈസ ഇല്ലാണ്ട് സേവിങ്സ് ചെയ്തിട്ട് എന്തിനാന്ന് ആലോചിക്കും. കയ്യിൽ പൈസ ഇല്ലാണ്ടെന്നല്ലേ, പൈസയൊക്കെ നമ്മൾ ചിലവാക്കി തീർത്തതാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണില്ല. എന്നാലും ഞാൻ ഇങ്ങനെ ആലോചിക്കും, അയ്യോ വേണ്ടായിരുന്നു, ആ പൈസയും കൂടി എടുത്തിട്ട് നമുക്കൊരു ഫലൂഡ വാങ്ങി കഴിക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു ബർഗർ വാങ്ങി കഴിക്കായിരുന്നു. അങ്ങനത്തെ മൈൻഡൊക്കെ വരും കേട്ടോ. പക്ഷെ പിന്നെ സേവിങ്സ് അക്കൗണ്ട് എടുത്ത് നോക്കും. അങ്ങനെ വിഷമം വരുമ്പോൾ ഓക്കെ പൈസ ഉണ്ട്, ഇവിടെ പൈസ ഉണ്ട്, നമുക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ഇതിൽ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ അവിടെ പൈസ ഉണ്ട്. അപ്പൊ ഐ ഫീൽ ഹാപ്പി. ഇപ്പൊ എനിക്ക് അതൊരു ഹാബിറ്റ് പോലെ കേട്ടോ. ലൈക്ക് സാലറി വന്ന ഒരു 5-ാം തീയതിക്കുള്ളിൽ ഐ ഗീവ് സംതിങ് ടു മൈ സേവിങ്സ് അക്കൗണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് സ്പെൻഡ് ചെയ്യുള്ളൂ. അതിലെനിക്ക് റിഗ്രറ്റ്സും തോന്നാറില്ല, മാസാവസാനം വരുമ്പോൾ ഫ്രസ്ട്രേഷനും തോന്നാറ്. അപ്പൊ സേവിങ്സ് എന്ന് പറഞ്ഞ് എന്ത് ടൈപ്പ് സേവിങ്സ് ആണെന്ന് പറഞ്ഞത്, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന RD വെച്ചിട്ടാണ് കേട്ടോ. RD റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അതെന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിക്സ്ഡ് എമൗണ്ട് നമ്മളിങ്ങനെ മന്ത്ലി നമ്മൾ ബാങ്ക് ത്രൂ ആയിട്ട് നമ്മളിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ആനുവലി നമുക്കൊരു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റും ഉണ്ടാവും. എനിക്ക് ഏകദേശം ആ സമയത്ത് ഒരു 7.1% ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1000 രൂപയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 12 മന്ത്സ് വരുമ്പോൾ 12,000 ആവും. ഈ 12,000ൻ്റെ ഒരു 7%ഉം കൂടെ കിട്ടിയിട്ട് മെച്യൂരിറ്റി ടൈമിൽ 1 ഇയർ ആണെങ്കിൽ 1 ഇയറിനുള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 7% എക്സ്ട്രാ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. എന്താണേലും നമ്മൾ ഇടുന്ന നമ്മളുടെ പൈസയുടെ കൂടെ കുറച്ച് എമൗണ്ട് കൂടെ കൂടുമ്പോൾ ഒബ്വിയസ്ലി കുറച്ച് സന്തോഷം കിട്ടുമല്ലോ. അങ്ങനെ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്ന് സ്ലോലി ട്രാൻസിഷൻ ചെയ്തിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് കയറി കേട്ടോ. മ്യൂച്വൽ ഫണ്ട്സിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP, പിന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മളൊരു 10,000 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറിയ എമൗണ്ട്സിലാട്ടോ എക്സാമ്പിൾസ് പറയണം. അപ്പോൾ ഈ 10,000 ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 10,000 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ 10,000 നമ്മൾ വിഡ്രോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കാം. ശരി, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് ആൻഡ് ഇഫ് വി ആർ റെഡി ടു സേവ് ആൻഡ് ഇഫ് വി ആർ റെഡി ടു ഇൻവെസ്റ്റ്, നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ട് പഠിച്ചെടുത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇന്നത്തെ ഒരു ടെക് വേൾഡിൽ ശരിക്കും പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാ ഫ്രണ്ട്സും ഇത് കാണുന്നവർ, ഇഫ് യു ഡോണ്ട് ഹാവ് എ സേവിങ്സ് ഓർ ഇഫ് യു ഡോണ്ട് ഹാവ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ജസ്റ്റ് സ്റ്റാർട്ട് വൺ റൈറ്റ് നൗ. ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതൊന്നും എല്ലാവരും ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അപ്പോൾ കുറച്ച് പേരെങ്കിലും, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് റൈറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു വീഡിയോ ഇട്ട് നോക്ക്, ഇറ്റ് വുഡ് ബി ഗുഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നൈസ് ടോപ്പിക്കാണ്, എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ഷെയറിങ് ദിസ് വിത്ത്. ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പ്രോ അഡ്വൈസസ് തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഫണ്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുക അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതിനൊക്കെ ഒരുപാട് സോഴ്സസും ഉണ്ട്, ഇതുപോലെ തന്നെ റെലവൻറ്റ് അതോറിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് യുവർ അതോറിറ്റി. നമ്മൾ യൂട്യൂബിൽ തന്നെ ഉണ്ട് ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, കുറേ സജഷൻസ് എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ബാങ്ക്സ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് ബാങ്ക് ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറേ ആപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ആ ആപ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് രമണ, നമ്മുടെ സേവിങ്സ് ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൻഡ് ഇഫ് യു ഫീൽ ഇറ്റ് യൂസ്ഫുൾ, ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചാനലിലും ഇപ്പോൾ അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്. എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് കൊണ്ടുവരാറുണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷൻ കണ്ടൻറ്റ്സ് ഉണ്ട്, ഇതുപോലെ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് മിക്സ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്പിറേഷണൽ ടോക്കും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇടാറുണ്ട്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.